ഞങ്ങളൊരു അമാനത്ത് ഏൽപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ അലംഘനീയമായ സമയപരിധി കഴിഞ്ഞപ്പോൾ അള്ളാഹു അതിനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അള്ളാഹുവെ, നീ നല്ല നിലയിൽ സ്വീകരിക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നേക്കാൾ മുൻപന്തിയിലായിരുന്നു പല വിഷയത്തിലും ഫാത്തിമ തസ്ബിഹ. അവൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് സൂറത്ത് റഹ്മാൻ ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും ഓദിപ്പിച്ച് കേൾക്കാൻ വേണ്ടി മാത്രം. അവൾ എന്നേക്കാൾ നന്നായി ഖുർആൻ ഓതി, അവൾ എന്നേക്കാൾ നന്നായി എഴുതി, അവൾ എന്നേക്കാൾ നന്നായി വരച്ചു, അവൾ എന്നേക്കാൾ നന്നായി പഠിച്ചു, അവൾ എന്നേക്കാൾ മുമ്പേ ഖുർആനിൽ നിന്ന് വളരെയേറെ മനഃപ്പാഠമാക്കി. ഇപ്പോൾ എന്റെയും മുൻപേ അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു. അള്ളാഹുവെ, നീ ഷഹാദത്തിനെ സ്വീകരിക്കണം. ഷഹാദത്ത് എന്നും ഒരാഗ്രഹവും പ്രാർത്ഥനയുമാണ്. പക്ഷെ അക്കാര്യത്തിലും എന്റെ മകൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു, അവൾ ഒന്നാമത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ സന്തുഷ്ടരായിക്കൊണ്ടും തങ്ങളോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ഇപ്പോഴും ഭൂമിയിലുള്ള ആളുകളെ കുറിച്ച് അവലാതിപ്പെടും. അവരുടെ കൂട്ടത്തിലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അഭിമാനം കൊണ്ടും അള്ളാഹുവോട് ശഫാഅത്ത് ചെയ്തു അള്ളാഹുവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ശുഹദാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുക. അള്ളാഹുവെ, ആ ഗണത്തിൽ എന്റെ തസ്കീഹിൽ ഉൾപ്പെടുത്തുകയുള്ള നീ പ്രത്യേകമായി സമ്മതം നൽകിയവർക്ക് മാത്രമാണ് നിന്റെ അടുക്കൽ ശബ്ദമായിട്ടുള്ള അർഹതയുള്ളത്. ആ അർഹത ഇവൾക്ക് നീ നൽകണേ അല്ല. ആ ശബ്ദത്തിന്റെ ഗുണഭോക്താക്കളാകുവാണെങ്കിൽ ഞങ്ങൾക്കും നീ വിധി കൂട്ടണേ അല്ല. ദുനിയാവിൽ കുറെ കാലം ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹത്തെക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ വിധി. അള്ളാഹുവെ, നിന്റെ വിധി അത് എന്തു തന്നെയായിരുന്നാൽ അത് പൂർണ്ണ തൃപ്തിയോടുകൂടി സ്വീകരിക്കാനുള്ള ഈമാനും യഖീനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും സ്വർഗലോകത്ത് ഉന്നത പദവികളോടുകൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മറ്റ് അമ്പിയാക്കളോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടും കൂടെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഈ സമയത്ത് ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളുടെ കൂടലിനെ നീ സ്വീകരിക്കണേ. ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളും വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ എളുപ്പമാക്കണേ അല്ലാഹ്. തീർച്ചയായും മക്കളുടെ വിയോഗം മാതാപിതാക്കൾക്ക് കടുത്ത വേദന നൽകുന്നത് തന്നെയാണ്. ഇന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മക്കൾ, നമ്മുടെ തന്നെ മക്കൾ, ഓരോ ദിവസവും ജീവൻ അള്ളാഹുവിന് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വേദനയെക്കാളും വലുതല്ല എന്റെ വേദന. എന്റെ വേദനയേക്കാൾ ചെറുതല്ല അവരുടെ വേദന. അള്ളാഹുവേ, നീ കരയുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ അല്ലാഹ്. യതീമാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. വിധവകളാക്കപ്പെടുന്ന ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ നൽകുന്ന പരീക്ഷണങ്ങൾ
ക്ഷമയോടുകൂടി അതിജീവിക്കുവാൻ വിജയിക്കുവാൻ ഞങ്ങൾ ഈമാനും യഖീനും പ്രദാനം ചെയ്യുന്നു. ആമീൻ. ഈ റഹ്മത്തിൻ്റെ യാത്ര ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി